ഹായ്, ഡ്രീം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് അടിമാലിയിലുള്ള ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. ഏതാണെന്നറിയാവോ? പൊട്ടാസ് ഫൺ പാർക്ക്. അപ്പോൾ ഇവിടെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ജോൺ സാറിനോട് ചോദിക്കാം. ഓക്കെ, കമോൺ. ഹായ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? പ്രത്യേകിച്ച് എന്ത് പറയാ? ഓക്കെ, എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കണേണ്. ഈ ഒരു പാർക്കിന് പൊട്ടാസ് ഫൺ വേൾഡ് എന്ന് ഇടാൻ കാരണം എന്താണ്? പൊട്ടാസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സർനെയിമാണ്. സർനെയിമാണ്, അല്ലാതെ വേറെ ഫൺ? അതിനകത്ത് പൊട്ടാസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഫൺ ഉണ്ടല്ലോ. ഇല്ല, പൊട്ടാസ് എന്നുള്ളത് ഇംഗ്ലീഷില് ഇട്ടായില്ല. ഇറ്റായേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പൊ ഇംഗ്ലീഷിൽ പറയാന്ന് പറയും പൊട്ടാസിനെ പറയാൻ പറ്റും. സാർ, ഇത് എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം? 1948 മുതൽ ഇവിടെ ഞങ്ങളുടെ ഈ ഫാം ഉണ്ട്. ഈ ഫൺ ഫാം എന്ന് പറയുമ്പോൾ ഫൺ ഫാം എന്നാക്കിയിട്ട് 6 കൊല്ലമായി. ഫസ്റ്റ് അപ്പൊ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു? തുടങ്ങിയ സമയത്ത് സാധാരണ മാതിരി ഇവിടെ എല്ലാ കൃഷികളും, പെപ്പർ, നെല്ല്, പെപ്പർ, കപ്പ. ഈ ഒരു ഐഡിയ എങ്ങനെയാ അപ്പൊ വന്നത്, ഈ ഫൺ ഫാം എന്ന് പറഞ്ഞൊരു ഐഡിയ? അത് ഞാൻ 1970 മുതൽ ഇവിടുത്തെ ഈ ഫാമിന്റെ ചുമതലക്കാരനായിട്ട് മാറി ഞങ്ങളുടെ കുടുംബത്തില്. അതുവരെ ഞാൻ മൂവാറ്റുപുഴയായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്ന് പലതുമൊക്കെ ചെയ്തു. ആ കൂട്ടത്തില് നല്ല കൃഷിക്കാരൻ നല്ല പേരുണ്ടായി. അതോടൊപ്പം തന്നെ പൊതുരംഗത്തും ഇറങ്ങി. പൊതുരംഗത്തിറങ്ങിയപ്പോൾ രാഷ്ട്രീയത്തിലും വന്നു. അങ്ങനെ പൊതുരംഗത്ത് വന്നപ്പോൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മെമ്പറാവാൻ ഇടവന്നു, സ്പൈസസ് ബോർഡ് മെമ്പറാവാൻ ഇടവന്നു, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാവാൻ ഇടവന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒത്തിരി ശാസ്ത്രജ്ഞന്മാരും ഒത്തിരി പ്രഗത്ഭന്മാരുമായിട്ട് അടുപ്പം വന്നു. ആ ഇടയ്ക്കാണ് കേന്ദ്ര പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരുന്ന അലുവാലിയ തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു, കേരളം കൃഷിയിലേക്ക് പോകരുത്, ഇത് ടൂറിസത്തിന് ഇത്രയും നല്ല സ്ഥലം വേറെ വല്ലതും ഉണ്ടോ? ടൂറിസം ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, രക്ഷപ്പെടാൻ നല്ലത് ടൂറിസമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ എനിക്ക് ഗവൺമെൻറ് സെക്രട്ടറിമാരും അതുപോലെയുള്ള കളക്ടർ അങ്ങനെയുള്ള ഒത്തിരി പേരൊക്കെ ആയിട്ട് അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ സംസാരത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ആ ഇടയ്ക്കാണ് എന്നെ DTPCയിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ മെമ്പറാക്കിയത്. ആ ഇടയ്ക്കാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ടൂറിസത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിൽ അറിയാതെ വന്നു. എന്നാൽ പിന്നെ നമ്മുടെ ഈ പ്ലോട്ട് അങ്ങനെ ആക്കിയാൽ എന്താണ് എന്ന് ചിന്തിച്ചു. ഫസ്റ്റ് ഫൺ ഫാം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ഇത് 2003 മുതൽ ഇവിടെ ഈ ഫിഷ് ഫാം ഉണ്ട്. അതൊന്നും സാധാരണ മത്സ്യകൃഷി ഒന്നും വിജയിക്കുന്ന ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 2018 ആയപ്പോൾ എനിക്ക് തോന്നി അലങ്കാര മത്സ്യങ്ങൾ ഇതിനകത്തിട്ട് വളർത്തി നോക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു 5000 ഈ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ, നല്ല വർണ്ണ മത്സ്യങ്ങളാണ്, അവയെ വാങ്ങിച്ച് ഇട്ടു. അത് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് ഒരുമാതിരി ഒരു ചാന് കൂടുതൽ വലിപ്പം വന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രവർത്തനം, ഇതിൻ്റെ പെരുമാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ടല്ലോ, ആകാശത്ത് കുരുവികൾ, ലക്ഷക്കണക്കിന് കുരുവികൾ വന്ന് അടുത്തും അകന്നുമായിട്ട് പറക്കുന്നതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ മാതിരി തന്നെയാണ് ഈ മീനും. ഇതും അങ്ങനെ കൂട്ടം കൂടി വന്ന് വൃത്താകൃതിയിൽ നിന്ന് വീണ്ടും അകന്ന് വീണ്ടും അടുത്ത് ഇങ്ങനെ വലിയൊരു ഡാൻസിങ് പാറ്റേൺ. അതെല്ലാം വലിയ രസകരവും നവീനവുമായ അനുഭൂതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ആളുകളെ കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മകനും മകൻ്റെ വൈഫും എല്ലാം അതിനോട് ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു ടൂറിസം ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി. ഈ ചെറിയ ഈ പ്ലാറ്റ്ഫോം, അത് ഈ റാമ്പ്, അതുപോലെ ചങ്ങാടം. ഈ ചങ്ങാടം എല്ലാം വളരെ പ്രത്യേകമാണ്. ഇത് വേറൊന്നിൻ്റെ റെപ്ലിക്കയല്ല ഇവിടെ.
എല്ലാം ഒറിജിനൽ. മിക്കവാറും എല്ലാം എന്ന് പറയുന്നില്ല, മിക്കവാറും more than 50% of our activities are നോവൽ ആണ്, പുതുമയുള്ളതാണ്. ഞങ്ങൾ തനിയെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇതേമാതിരി ഒരു റാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്കറിഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുപോലെ ചങ്ങാടം നോക്കൂ. അതുപോലെ വെള്ളവും ഈ മീനും ആ വെള്ളച്ചാട്ടം വരെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ വെള്ളച്ചാട്ടം അങ്ങനെ എല്ലാം തന്നെ. അതുപോലെ ബാലി സ്വിംഗ് കണ്ടില്ലേ, ബാലി സ്വിംഗ്. ഈ ബാലി സ്വിംഗ് സിപ്പ് ലൈനിന്റെ ഒക്കെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട്. സേഫ്റ്റി ബെൽറ്റ്, അതിന്റെ ഹാർനസ്, അതൊക്കെ എല്ലാം. സർ, ഇത് എത്ര ഫിഷ് ഉണ്ടാവും ഇതിനകത്ത്? ഏകദേശം ഒരു 5000 കുറയില്ല എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇതിന്റെ നമ്പർ എടുക്കാൻ എളുപ്പമല്ല, നമുക്ക് സാധിക്കില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. ഇത് എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം? ഇത് ഈ ഫൺ ഫാം എന്ന് പറയുന്ന തിരിച്ചിട്ടിരിക്കുന്ന ഭാഗം മാത്രം 5 ഏക്കർ. 5 ഏക്കർ. ഇതിനകത്ത് വെള്ളം വളരെ ഷാലോയാണ് എന്ന് പറഞ്ഞാല് എത്ര താഴ്ച ഉണ്ടാവും? നിലയുള്ള വെള്ളമാണ്. അതായത് 1.5 മീറ്ററിൽ കൂടുതൽ വെള്ളമില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഒന്ന് എടുത്ത് ചാടിയാൽ പോലും നടന്നു കയറിപ്പോരാ, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഈ ചങ്ങാടങ്ങളൊന്നും ഒരു കാരണവശാലും മറിയില്ല, ഒരു കാരണവശാലും മറിയില്ല. മറിക്കണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? കൊച്ചിൻ ധനുഷ്കോടി നാഷണൽ ഹൈവേയില് 85th കിലോമീറ്റർ, ചാറ്റുപാറ, അടിമാലി, മൂന്നാർ. സർ, നമ്മുടെ ഈ ഫൺ ഫാമില് എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്? ഇവിടെ 11 ആക്ടിവിറ്റീസ് ഉണ്ട്. 11 ആക്ടിവിറ്റീസും ഒരു ലിഷർലി ആയിട്ട് ചെയ്യുവാണെങ്കിൽ 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ മാത്രം. എറണാകുളത്ത് നിന്നൊക്കെ പലരും ഫാമിലി ആയിട്ട് വന്ന് ഇവിടം വരെ വന്ന് ഇതെല്ലാം ആസ്വദിച്ച് തിരിച്ചു പോകുന്നവരുണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാരും നല്ല അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ റേറ്റിംഗ് കൂടുതലുള്ള ഒരു ഐറ്റം ഏതായിരിക്കും? ഇവിടെ ജനറലായിട്ട് എല്ലാ ഐറ്റവും 5 സ്റ്റാർ ആണ് ആളുകൾ തരുന്നത്. പിന്നെ നല്ല അഭിപ്രായം പലരും എഴുതുകയും ചെയ്യാറുണ്ട് അതിനകത്ത് തന്നെ. പിന്നെ ചിലർ ഒത്തിരി ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ വി ആർ ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ആളുകളുടെ അഭിപ്രായങ്ങളെ കിട്ടുന്നതുകൊണ്ട് വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഇവിടെ 11 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ചങ്ങാടത്തേലുള്ള 1/2 മണിക്കൂർ യാത്രയാണ്. ഈ ചങ്ങാടത്തേല് ഈ ലേക്കിന്റെ അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചു വരുമ്പോ കാല് വെള്ളത്തിലിട്ട് വേണം പോകാൻ. അന്നേരം 100 കണക്കിന് വലിയ കോഴിക്കാർപ്പ് മീനുകൾ നിങ്ങളുടെ കാലിന് ചുറ്റും തത്തിക്കളിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദാറ്റ് വിൽ ഗീവ് യു എ ഫീലിംഗ് ഓഫ് എക്സ്റ്റസി ആൻഡ് വി കോൾ ദാറ്റ് ഐറ്റം ദാറ്റ് ആക്ടിവിറ്റി എക്സ്റ്റസി റൈഡ്. We are quite sure about that you will get ecstasy. So far no one has complained about we didn't get that relaxation. Then അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന കണ്ടോ ഒരു ബാംബു കയാക്ക്. സാധാരണ നിങ്ങൾ എവിടെ ചെന്നാലും ഫൈബർ കൊണ്ടുള്ള കയാക്ക്, ഇതങ്ങനെയല്ല, ബാംബു കൊണ്ടുള്ള കയാക്ക്. അതും ഈ പറയുന്ന മാതിരി മറിയില്ല, മറിക്കാൻ സാധ്യമല്ല. അത്ര മനഃപൂർവ്വം ശ്രമിച്ചാലും മറിയില്ല. ആ മാതിരിയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അതിനപ്പുറം മീന് തീറ്റ കൊടുത്ത് മീനെ തൊട്ട് തലോടാൻ പറ്റുന്ന ഒരു റാമ്പ് കണ്ടു. അതുപോലെ ഇങ്ങേ വശത്ത് പെഡൽ ബോട്ടുണ്ട്, പിന്നെ കൊട്ടവഞ്ചിയുണ്ട്, പിന്നെ ദൂരെ കാണുന്ന ബാലി സ്വിംഗ് ഉണ്ട്, അതിനിപ്പുറയുള്ള സിപ്പ് ലൈനുണ്ട്. Then there is വാട്ടർ സോർബിംഗ് ഉണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൽ വേണമെങ്കിൽ നനഞ്ഞു പോകാം. അതിനപ്പുറം നിന്ന് ഫൺ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ മുകളിൽ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചാടാൻ പാകത്തിനുള്ള ട്രാമ്പലിനുണ്ട്.
ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂടി ഇവിടെ ആസ്വാദികരമായിട്ട് ഒരു ദിവസം ചെലവഴിക്കാൻ സാധിക്കും. റിലാക്സ് ആയിട്ട് പോവാം. ഒരു കൃഷിക്കാരന്റെ പണിയാണ് ഇതൊക്കെ. ആ കൃഷിക്കാരന്റെ ഒരു കരവിരുത് ഇവരിൽ ഒരു ഓരോരോ സ്ഥലങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, ഹൗ കം ദിസ് ഐഡിയ? പലരും ചോദിക്കും. അതിലെനിക്കൊരു മറുപടി ഉള്ളൂ, ഫോളോ യുവർ ഇൻറ്റ്യൂഷൻസ് അൺലെസ് ഇറ്റ് ഈസ് ഹാർംഫുൾ ടു അതേഴ്സ്. ഫോളോ യുവർ ഇൻറ്റ്യൂഷൻസ് അൺലെസ് ഇറ്റ് ഈസ് ഹാർംഫുൾ ടു അതേഴ്സ്. അന്നേരം പുതിയ പുതിയ ഐഡിയാസ് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും. അതാണ് സർ. ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അങ്ങനെ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. പക്ഷേ മറ്റു പലയിടത്തും സർവ്വവ്യാപിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പുതുമയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. വരുന്നതനുസരിച്ച് ചെയ്യും. ഇപ്പോ ഞങ്ങളുടെ അവിടെ ഒരു ഏകദേശം ഒരു 20-30 സെന്റോളം സ്ഥലം പ്ലെയിൻ ആയിട്ടുണ്ട്. അവിടെ രാത്രി ഗ്യാതറിങ്സ് അതിനുള്ള സൗകര്യം ചെയ്യാൻ, അതെ, ഫയർ ക്യാമ്പ് അല്ലെങ്കിൽ ചെറിയ മീറ്റിങ്ങുകൾ, ഒരു സന്തോഷകരമായിട്ടുള്ള ഒത്തുചേരലുകൾ, ഗെറ്റ് ടുഗദേഴ്സ്, അതൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനോടനുബന്ധമായിട്ട്. പിന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ സ്നാക്സും ഈ ചായ ബിവറേജ് മാത്രം അങ്ങനെ പോകുന്നു. പിന്നെ അതിനോടൊപ്പം ഗസ്റ്റുകൾക്ക് താല്പര്യമുള്ള സ്പൈസസോ ടീയോ കോഫി പൗഡറോ, അതുപോലെ ഞങ്ങളിൽ തന്നെ സ്വന്തം ഉണ്ടാക്കുന്ന സ്പൈസസിന്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. ധാരാളം സ്പൈസസിന്റെ എക്സ്ട്രാക്ട്സ് ഞങ്ങളുടെ കടയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറിജിനൽ ടേസ്റ്റ് അതിനുണ്ടെന്നുള്ളതാണ്. സാധാരണ എക്സ്ട്രാക്ഷൻ നടത്തുമ്പോൾ ആ മെത്തേഡ് കെമിക്കൽസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഉദാഹരണത്തിന് അരിയുടെ ചൊവയല്ല ചോറിന്, ഗോതമ്പിന്റെ രുചിയല്ല ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ, പച്ചക്കപ്പയുടെ രുചിയല്ല പുഴുങ്ങിയ കപ്പയ്ക്ക്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന എക്സ്ട്രാക്ട്സ് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടും. ആ രീതിയിൽ ഞങ്ങളുടേതായ ഒരു സ്പെഷ്യൽ ഇന്നോവേഷനാണ് ഓർഗാനിക് കൾട്ടിവേഷൻ. ഓർഗാനിക് എന്ന് മാത്രമല്ല, അതിന്റെ രുചിയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അങ്ങനെ ആക്കിയെടുക്കാൻ ഞങ്ങളെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വലിയ ചരിത്രമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് അക്ഷരം കണ്ടുപിടിച്ചത് ഈജിപ്തുകാരാണെന്നാണ് പറയുന്നത്. ഈജിപ്തിൽ അവർ അക്ഷരം ആദ്യമായിട്ട് എഴുതിയത് ഇതിന്റെ തണ്ടയിലാണ്. ഇതിന്റെ പേര് പാപ്പിറസ് എന്നാണ്. അക്ഷരം എഴുതാനുള്ള കടലാസിന് നമ്മൾ പേപ്പർ എന്ന് പറയുന്നത്, ആ പേര് വന്നത് ഈ പാപ്പിറസിൽ നിന്നും ആണ്. ഈ വഴിയെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഒരു കൃഷിക്കാരൻ്റെ രീതി എന്ന് പറയുന്നത് ആഡംബരം കാണിക്കലല്ല, ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ചെയ്യുക. അപ്പൊ ചെളിയാകാതെ നടക്കണം ആളുകൾക്ക്. അതിന് മരത്തിന്റെ കമ്പുകൾ അടുക്കി ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നു. അത് സാധാരണ എല്ലായിടത്തും ഒന്നും കാണാറില്ലാത്ത പരിപാടിയാണ്. വിവിധ തരം കാപ്പിയുണ്ട്. ഇത് റോബസ്റ്റ, അതിനപ്പുറം നിൽക്കുന്ന ചെറിയ പൊക്കം കുറഞ്ഞ കാപ്പി കണ്ടോ, അത് സാൻ റമൺ. അതിനിപ്പുറം നിൽക്കുന്ന മരത്തിൽ കയറിയിരിക്കുന്ന ക്രീപ്പർ, അത് പെപ്പറാണ്. അതിനപ്പുറം നിൽക്കുന്ന പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ചെടി കൊക്കോയാണ്. അതിനപ്പുറം തെങ്ങുണ്ട്. ഈ നിൽക്കുന്ന ചെടി ചേമ്പാണ്. ഇത് രുദ്രാക്ഷമാണ്. അങ്ങനെ അതുകൊണ്ടൊന്നുമില്ല, ഒറ്റ തന്നെ അത് അങ്ങനെ മൂന്നായിട്ട് വന്നു എന്ന് പറഞ്ഞു. രുദ്രാക്ഷത്തിന്റെ ധാരാളം ഉണ്ടാവും. രുദ്രാക്ഷം ഒരു പ്രത്യേക രീതിയിലാണ് അത് പ്രോസസ് ചെയ്തത്. അത്
നെയ്യിലിട്ട് നറുനെയ്യിലും പാലിലും ഒക്കെ ഇട്ടാണ് അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നത്. ഈ ഫ്ലവറിന്റെ പേരെന്താണ്? ഇത് ജിഞ്ചർ ടോർച്ച്. ടോർച്ച് മീൻസ് പന്തം. ഇങ്ങനെ നീണ്ടു നിന്ന അറ്റത്ത് ഒരു തീ പോലെ. ഈ പൂവ് ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതും ഈ പ്രോപ്പഗേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇനമാണത്. സാർ ഇത് എന്തിനുള്ളതാ? ഇത് നമ്മുടെ ലേക്കിലുള്ള കോയിക്കാർപ്പ് മീനുകളെ ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. എന്തിനാണ് അങ്ങനെ സെപ്പറേറ്റ്? അത് ആ വലിയ ലേക്കിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ ബ്രീഡ് ആവില്ല. മുട്ടയുണ്ടാവും, പക്ഷേ മുട്ടയിടില്ല. അങ്ങനെ ഇടണമെന്ന് വരികയിൽ മെയിൽ ഫിഷിനെയും ഫീമെയിൽ ഫിഷിനെയും അതിന്റെ ആ ബ്രീഡിങ്ങിന്റെ സമയത്ത് പിടിച്ചിട്ട് അങ്ങനെയാണ്. എന്നിട്ട് അത് കുറച്ച് വലുതാവുമ്പോൾ ലേക്കിലേക്ക്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരുപാട് ഐഡിയാസ് ഉള്ള ജനറേഷനാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് സാറിന്റെ ഒരു ഉപദേശം എന്താണ്? അയ്യോ, എനിക്ക് തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനല്ല, എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ വരും. അതിപ്പോ ഒരുത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആശയം പെട്ടെന്ന് തന്നെ അടുത്ത ആളിലേക്ക് ചെല്ലുന്നുണ്ട്, എല്ലാവരും അറിയുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പുതുമയൊന്നുമില്ല. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഫോളോ യുവർ ഇൻറ്റ്യൂഷൻസ് unless it is harmful to others. ഓക്കെ, അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമ്മൾക്കായി നീക്കിവെച്ച ജോൺ സാറിന് എന്റെയും ഡ്രീംസ് മീഡിയയുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഒരു കാര്യം കൂടി എനിക്ക് പൊതുവിലേക്ക് അറിയിക്കാനുണ്ട്. ഓക്കെ, വലിയ ചെലവ് ചെയ്ത് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചെലവ് ചുരുക്കാനുള്ള തന്ത്രങ്ങൾ പരമാവധി പ്രയോഗിക്കുക. ഓക്കെ സർ, താങ്ക് യു. ഇനി പുതിയൊരു ഗസ്റ്റുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ റോഷ്മ സൈനിങ് ഓഫ്. ബൈ.